ഈസ്റ്റർ നോമ്പ് തുടങ്ങിയിട്ട് ഇന്ന് പാതി നോമ്പായി. പാതി നോമ്പിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കാർ ഇൻഡറിയപ്പം ഉണ്ടാക്കും. അപ്പം എനിക്ക് ഉണ്ടാക്കണം ഇൻഡറിയപ്പം. ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുന്നത്. കാരണം കാലത്ത് അനിക്കത്തൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. ഞാൻ ടെറസിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് എൻ്റെ ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട്. പച്ചച്ചീര, ചുവപ്പ് ചീര, വഴുതനങ്ങ, അതേപോലെ തന്നെ ഇപ്പം പച്ചമുളകും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു 6 മണിക്ക് ആയിട്ടുണ്ടാവും. 6 മണിയായപ്പോൾ ഞാൻ ഉഴുന്ന് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 2-2.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരണം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരക്കൊത്തൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നമ്മുടെ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് ബാക്കി ഉണ്ടാവില്ല, അതേ വെളിച്ചെണ്ണയിൽ തന്നെ സബോളയും ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് നല്ലത് കേട്ടോ. പിന്നെ ഉഴുന്ന് അരയ്ക്കാനായിട്ട് പോവാണ്. അരച്ച് കൊണ്ടുവന്നതിന് ശേഷം 1 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ 1 കപ്പ് ഉഴുന്നിന് 1.5 കപ്പ് വറുത്ത അരിപ്പൊടി, ഇടിയപ്പപ്പൊടി ഇല്ലേ, അത് ഇട്ടതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ആ ഉഴുന്നരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് നാളികേരം, ജീരകം, 2 അല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി വേണമെങ്കിൽ ഇട്ടാൽ മതി. കാരണം ഞാൻ വൈകിട്ടൊക്കെ അല്ലേ കഴിക്കുന്നത്, ഉഴുന്നൊക്കെ അല്ലേ, ഗ്യാസൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വെളുത്തുള്ളി ഇട്ടത്. പിന്നെ അതേ അരച്ച് കൊണ്ടുവന്നിട്ട് ആ മിക്സ് എല്ലാതും കൂടി, ആ നാളികേരത്തിൻ്റെ മിക്സും ഉഴുന്നും അരിപ്പൊടിയും കൂടി എല്ലാതും കൂടി മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചാർന്ന സബോളയും പിന്നെ നാളികേരക്കൊത്തും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതേപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കണ പോലെ, നമ്മുടെ ഊത്തപ്പം ഉണ്ടാക്കണ പോലെ ചെറുതായിട്ട് ഒരു കട്ടിയിൽ ഇങ്ങനെ തവയിൽ കോരി ഒഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റ് നല്ലതാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് 2 സൈഡും നമുക്ക് ഇങ്ങനെ മൊരിച്ചെടുക്കാം. നല്ല മൊരിച്ച ഞാൻ എടുക്കുക. അപ്പോൾ പിന്നെ ഇവർക്ക് കുഴപ്പമില്ല, ഇവർക്ക് ഇഷ്ടമാണ്, അനിക്കത്തിന് ഇഷ്ടമാണ് അങ്ങനെ മൊരിച്ച് കിട്ടുമ്പോൾ. അത് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി ഞാൻ കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് കഴിക്കണ നേരത്ത് ഉണ്ടാക്കി കൊടുക്കുള്ളൂ ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ആയപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. ഉപ്പും ബാക്കി എല്ലാതും കറക്റ്റ് ആണല്ലോ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ നോക്കി കുഴപ്പമൊന്നുമില്ല. എനിക്ക് സോസൊന്നും വേണ്ട. അനിക്കത്തും ചേട്ടനും സോസൊക്കെ കൂട്ടിയിട്ടാണ് ഈ ഇൻഡറിയപ്പം കഴിക്കുക കേട്ടോ. എനിക്ക് സോസൊന്നും വേണ്ട. എനിക്ക് ഇങ്ങനെ കഴിച്ച്